അപ്പം നമ്മൾ പാറപ്പള്ളി മക്കാമ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഖബർസ്ഥാനും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കാണാൻ വേണ്ടി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ മക്ബറുകളാണ്. പിന്നെ ജിന്ന് പള്ളി എന്നൊക്കെ ഹിളർ പള്ളി എന്നൊക്കെ അറിയപ്പെടുന്ന പള്ളികളാണ് ഇപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും കടലാണ്. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഇതിൻ്റെ ചുറ്റും താഴെ ഫുള്ള് കടലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പിന്നെ മക്ബറകളും അതുപോലെ തന്നെ ഖബർസ്ഥാനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആളുകളുടെ മക്ബറകളും ഇപ്പോൾ അതിൽ കാണാം. ഒരുപാട് മക്ബറകളുണ്ട്. അതുപോലെ ഈ പള്ളി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പള്ളിയാണ്. ചെറിയൊരു പള്ളി, പണ്ട് കാലത്തെ പഴക്കമുള്ളൊരു പള്ളിയാണ്. പിന്നെ അത് തൊട്ടപ്പുറത്ത് കടൽ കാണാം. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. ജീവ പോയോ അതിരുന്നത്? അത്യാവശ്യം നടന്ന് കാണാൻ അത്യാവശ്യം ഏരിയകളുണ്ട്, ഒരുപാട് ഏരിയകളുണ്ട്. അപ്പം നമ്മൾ ആ താഴത്തേക്കും അത്യാവശ്യം എല്ലായിടത്തേക്കും നടന്ന് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇവിടെ മൊത്തം കറങ്ങി എല്ലായിടത്തും കണ്ടു. എന്നിട്ടിപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നജീബ് അവിടെ നടന്ന് തളർന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ താഴെ തന്നെയാണ്, അവരാരും മേലേക്ക് കയറിയിട്ടില്ല. അപ്പം എന്തായാലും അവരെ വിളിച്ചിട്ട് മേലത്തെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. കാരണം ഒരു വട്ടമെങ്കിലും വന്നിട്ട് കാണേണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് മനസ്സിലാക്കുകയും ചെയ്യാം.